പോളിക്ലോണൽ ആൻഡ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ്. ക്ലോൺ ചെയ്തെടുക്കുന്ന, പ്രത്യേകിച്ച് മറ്റുള്ള ജീവജാലങ്ങളുടെ ശരീരത്തിൽ നിർമ്മിച്ചെടുക്കുന്ന ഒരേ തരത്തിലുള്ള രണ്ട് ടൈപ്പ് ആൻറ്റിബോഡീസിനെയാണ് പോളിക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. Polyclonal antibodies and monoclonal antibodies are two types of antibodies used in various scientific, diagnostic, and therapeutic applications. They differ in their sources, production methods, and properties. പ്രത്യേകിച്ച് തെറാപ്യൂട്ടിക് ആപ്ലിക്കേഷനിലും ഡയഗ്നോസ്റ്റിക് പർപ്പസിനുമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന രണ്ട് തരത്തിലുള്ള ആൻറ്റിബോഡീസ് അല്ലെങ്കിൽ ഇമ്മ്യൂണോ ഗ്ലോബുലിനുകളെയാണ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. രണ്ടും അവയുടെ ഉൽപ്പാദന രീതിയിലും നിർമ്മാണ രീതിയിലും പ്രോപ്പർട്ടീസ്, അവയുടെ ഫങ്ഷണൽ രീതിയിലും രണ്ടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഫസ്റ്റ് വൺ, പോളിക്ലോണൽ ആൻറ്റിബോഡീസ്. Their source. Polyclonal antibodies are derived from the immune response of an antigen in an organism, usually an animal, to an antigen. They are collected from the serum or plasma of immunized organism. അതായത് ഒരു ജീവിയുടെ ശരീരത്തിൽ ഒരു ആൻറ്റിജൻ്റെ സാന്നിധ്യം കൊണ്ട് ഉണ്ടാക്കപ്പെടുന്ന ആൻറ്റിബോഡികളാണ് പോളിക്ലോണൽ ആൻറ്റിബോഡീസ്. ഒന്നുകിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കപ്പെടുകയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ജീവിയിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽ വരുന്ന ആൻറ്റിജനെ കടത്തിവിട്ടിട്ട് ആ ആൻറ്റിജനെതിരെ ആൻറ്റിബോഡീസ് ഉണ്ടാക്കിയെടുക്കുകയോ ചെയ്യുന്ന രീതിയാണ് പോളിക്ലോണൽ ആൻറ്റിബോഡീസിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത്. ഇതൊരു ഇമ്മ്യൂൺ റെസ്പോൺസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കപ്പെടുന്ന ആൻറ്റിബോഡി കൂടിയാണ്. അതിൻ്റെ പ്രൊഡക്ഷൻ നമ്മളത് എങ്ങനെയാണ് ഉണ്ടാക്കുക അല്ലെങ്കിൽ എവിടെയാണ് ഉണ്ടാക്കപ്പെടുന്നത്? പോളിക്ലോണൽ ആൻറ്റിബോഡീസ് ആർ ടിപ്പിക്കലി പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻജെക്റ്റിംഗ് ആൻ ആനിമൽ വിത്ത് ദ ടാർഗറ്റ് ആൻറ്റിജൻ. ഏത് ആൻറ്റിജനെതിരെയാണ് ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആൻറ്റിജനെ റാബിറ്റിലോ ഗോട്ടിലോ മൗസിലോ നമ്മൾ എന്ത് ചെയ്യുന്നു? കുത്തിവെക്കുന്നു. ഈ ഇൻജെക്റ്റ് ചെയ്യപ്പെടുന്ന ആൻറ്റിജനെതിരെ ഈ ആനിമൽസിൽ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. ദ ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ദ ആനിമൽ റെസ്പോൺസ് ബൈ പ്രൊഡ്യൂസിങ് എ മിക്സ്ചർ ഓഫ് ആൻറ്റിബോഡീസ് ഈച്ച് വിത്ത് റെക്കഗ്നൈസിങ് ഡിഫറെൻറ്റ് എപ്പിടോപ്സ് ഓൺ ദ ആൻറ്റിജൻ. ഒരു ആൻറ്റിജനിൽ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള എപ്പിടോപ്പുകൾ അടങ്ങിയ ആൻറ്റിജനുകൾക്കെതിരെയാണ് പോളിക്ലോണൽ ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇവിടെ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം, ഒരു പർട്ടിക്കുലർ ആൻറ്റിജൻ്റെ സർഫസിലുള്ള എപ്പിടോപ്പുകൾ അതിൻ്റെ സ്ട്രക്ചറലി ഡിഫറൻ്റ് ആയിരിക്കും. ആ സ്ട്രക്ചറലി ഡിഫറൻ്റ് ആയ പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു ആൻറ്റിജനെതിരെ ആ വ്യത്യസ്ത എപ്പിടോപ്പുകൾക്കനുസരിച്ചുള്ള വ്യത്യസ്ത ആൻറ്റിബോഡികൾ എന്ത് ചെയ്യണം? ഉൽപ്പാദിപ്പിക്കപ്പെടണം. അങ്ങനെ ഒരു ആൻറ്റിജനെതിരെ വ്യത്യസ്ത എപ്പിടോപ്പുകൾ അടങ്ങിയ അല്ലെങ്കിൽ വ്യത്യസ്ത എപ്പിടോപ്പിന് അനുസൃതമായ പാരാടോപ്പുകൾ അടങ്ങിയ ആൻറ്റിബോഡീസ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സാണ് പോളിക്ലോണൽ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പർട്ടിക്കുലർ ആൻറ്റിജൻ, അതിന് വ്യത്യസ്ത എപ്പിടോപ്പുകൾ ഉണ്ടായിരിക്കും. ആ വ്യത്യസ്ത എപ്പിടോപ്പുകൾക്കെല്ലാം കൂടി വ്യത്യസ്ത പാരാടോപ്പുകളുള്ള ഒരു പർട്ടിക്കുലർ ടാർഗറ്റഡ് ആൻറ്റിജന് എതിരെ എടുക്കപ്പെടുന്ന ഒരു കൂട്ടം ആൻറ്റിബോഡീസിനെയാണ് പോളിക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. സിൻസ് മൾട്ടിപ്പിൾ ബി സെൽസ് ആർ ആക്ടിവേറ്റഡ് ഇൻ റെസ്പോൺസ് ടു ദ ആൻറ്റിജൻ, എ ഡൈവേഴ്സ് അറേ ഓഫ് ആൻറ്റിബോഡീസ് ഈസ് പ്രൊഡ്യൂസ്ഡ്, റിസൾട്ടിംഗ് ഇൻ എ പോളിക്ലോണൽ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ആൻറ്റിജനെതിരെ ഒന്നിലധികം ബി സെല്ലുകൾ ആക്ടിവേറ്റഡ് ആക്കപ്പെടുകയും അവയെല്ലാം കൂടി ഒരു ആൻറ്റിജനെതിരെ വ്യത്യസ്ത ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അതിൻ്റെ സ്പെസിഫിസിറ്റി നോക്കുകയാണെങ്കിൽ, പോളിക്ലോണൽ ആൻറ്റിബോഡീസ് ക്യാൻ റെക്കഗ്നൈസ് മൾട്ടിപ്പിൾ എപ്പിടോപ്സ് ഓൺ ദ ടാർഗറ്റഡ് ആൻറ്റിജൻ, ഓഫറിങ് എ ബ്രോഡ് കവറേജ്. ഒരു ടാർഗറ്റഡ് ആൻറ്റിജനെതിരെ മൾട്ടിപ്പിൾ എപ്പിടോപ്പുകൾ ഉള്ള കണ്ടീഷനിൽ
അതിനെതിരെ പാരാടോപ്പുകൾ അടങ്ങിയ ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കാൻ ഈ ഒരു പ്രോസസ്സിൽ കഴിയും. പ്രൊഡക്ഷൻ ടൈം നോക്കുകയാണെങ്കിൽ ദ പ്രൊഡക്ഷൻ ഓഫ് പോളിക്ലോണൽ ആൻറ്റിബോഡീസ് ക്യാൻ ബി ഫാസ്റ്റർ ദാൻ അതർ ആൻറ്റിബോഡീസ് ലൈക്ക് മോണോക്ലോണൽ ആൻറ്റിബോഡീസ്. ഒരു പർട്ടിക്കുലർ ആൻറ്റിബോഡി ഉണ്ടാക്കുന്നതുമായിട്ട്, അല്ലെങ്കിൽ മോണോക്ലോണൽ ആൻറ്റിബോഡി, മോണോ മീൻസ് സിംഗിൾ പാരാടോപ്പ് എന്നാണ് അവിടെ മോണോക്ലോണൽ ആൻറ്റിബോഡി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് പോളിക്ലോണൽ ആൻറ്റിബോഡീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ആപ്ലിക്കേഷൻ, പോളിക്ലോണൽ ആൻറ്റിബോഡീസ് ആർ ഓഫൺ യൂസ്ഡ് ഇൻ വേരിയസ് റിസർച്ച്, ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക് ആപ്ലിക്കേഷൻസ് ഇൻക്ലൂഡിംഗ് വെസ്റ്റേൺ ബ്ലോട്ടിംഗ്, എലൈസ, ഇമ്മ്യൂണോ ഹിസ്റ്റോകെമിസ്ട്രി ആൻഡ് ഇൻ വിവോ സ്റ്റഡീസ്. ഇത് വ്യത്യസ്ത തെറാപ്യൂട്ടിക് മേഖലകളിൽ ഇത്തരം ആൻറ്റിബോഡീസ് ഉപയോഗിക്കുന്നുണ്ട്. വെസ്റ്റേൺ ബ്ലോട്ടിങ്ങിനോ എലൈസ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് എലൈസ ടെസ്റ്റ് എന്നൊക്കെ പറയുമ്പം എയ്ഡ്സിനെതിരെ നടത്തുന്ന, അല്ലെങ്കിൽ എയ്ഡ്സിൻ്റെ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റാണ്. അപ്പോൾ എയ്ഡ്സിൻ്റെ വൈറസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ട്, എയ്ഡ്സിൻ്റെ വൈറസ് റെഗുലറായിട്ട് അതിന് മ്യൂട്ടേഷൻ സംഭവിക്കുകയും അതിൻ്റെ എപ്പിടോപ്പുകൾ നിരന്തരമായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവുകയും ചെയ്യുന്ന കണ്ടീഷനാണ്. അല്ലെങ്കിൽ തന്നെ ഒന്നിലധികം എപ്പിടോപ്പുകൾ അടങ്ങിയതാണ്. അപ്പം ഇത്തരം വൈറസുകളുടെ സാന്നിധ്യമൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഈ പോളിക്ലോണൽ ആൻറ്റിബോഡീസിൻ്റെ സാന്നിധ്യം പരിശോധിച്ച് നമുക്ക് ഒരു ആൻറ്റിജൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കും. പിന്നെ ഇമ്മ്യൂണോ ഹിസ്റ്റോകെമിസ്ട്രി, അതായത് നമ്മൾ ഹിസ്റ്റോളജിക്കലായിട്ടുള്ള സ്റ്റഡീസിന്, അല്ലെങ്കിൽ ഏതെങ്കിലും കോശങ്ങൾക്ക്, അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഡിസീസുകൾ നമ്മുടെ ശരീരത്തിലുണ്ടോ, ക്യാൻസർ സെൽസിൻ്റെ സാന്നിധ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ, അല്ലെങ്കിൽ സ്റ്റഡീസിലൊക്കെ നമ്മൾ പോളിക്ലോണൽ ആൻറ്റിബോഡീസിൻ്റെ സാന്നിധ്യം വെച്ച് പരിശോധിക്കാറുണ്ട്. അടുത്തത് മോണോക്ലോണൽ ആൻറ്റിബോഡീസാണ്. പോളി മീൻസ് മോർ ദാൻ വൺ എന്നാണെങ്കിൽ മോണോ മീൻസ് സിംഗിൾ എന്നാണ്. അതിൻ്റെ സോഴ്സ്, മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഐഡൻറ്റിക്കൽ ഇമ്മ്യൂൺ സെൽസ് derived from a single parent cell. They are usually generated in a laboratory setting. സാധാരണയായിട്ട് ഒരു പേരൻ്റ് സെൽ ഒരു പർട്ടിക്കുലർ ആൻറ്റിജനെതിരെ ഒരു പർട്ടിക്കുലർ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മോണോക്ലോണൽ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പർട്ടിക്കുലർ പാരാടോപ്പിന് എതിരെ ആ പാരാടോപ്പിന് വേണ്ടി മാത്രം ബി സെല്ലുകൾ അഗ്രിഗേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ബി സെല്ലിൻ്റെ ഒരു കൂട്ടം ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതാണ് അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് നമ്മൾ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് നമുക്ക് വേണ്ടി വരുന്നത് നമ്മൾ ലബോറട്ടറി സെറ്റപ്പിലാണ് നമ്മൾ അത്തരം മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുന്നത്. മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ആർ ക്രിയേറ്റഡ് ബൈ ഫ്യൂസിങ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഇമ്മ്യൂൺ സെൽ, ദാറ്റ് ഈസ് ബി സെൽ, വിത്ത് എ ക്യാൻസർ സെൽ ടു പ്രൊഡ്യൂസ് hybridoma cells. These hybridomas are then cultured to produce a large quantity of identical antibodies. ഇവിടെ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ക്യാൻസർ സെല്ലുമായിട്ട് ചേർത്താണ് ഉണ്ടാക്കപ്പെടുന്നത്. ഇവിടെ നോക്കാം, ദേ ആർ ക്രിയേറ്റഡ് ബൈ ഫ്യൂസിങ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഇമ്മ്യൂൺ സെൽ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സെല്ലുമായിട്ട് ക്യാൻസർ സെല്ലിനെ എന്ത് ചെയ്യുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവ രണ്ടും ഒരേ കണ്ടീഷനിൽ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഒരേ കണ്ടീഷനിലാക്കുന്നു. Then the particular B cell produce a particular type of antibodies against the cancer cells. These hybridomas are then cultured to produce large quantity of identical bodies. ഇങ്ങനെ ക്യാൻസർ സെല്ലും ബി സെല്ലും ഒരു പർട്ടിക്കുലർ ബി സെല്ലും ഇൻ്റഗ്രേറ്റ് ചെയ്ത് വളരെ കൂടുതൽ അളവിലുള്ള ആൻറ്റിബോഡീസിനെ നമ്മൾ എന്ത് ചെയ്യും, ഉൽപ്പാദിപ്പിച്ചെടുക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്യാൻസറിന് റെസിസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻസർ സെല്ലിനെയും ബി സെല്ലിനെയും കൾച്ചർ ചെയ്ത്, അല്ലെങ്കിൽ ഒരുമിച്ച് ലാബിൽ കൾച്ചർ ചെയ്ത് ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുകയും ഈ ആൻറ്റിബോഡീസ് നമ്മൾ സെഗ്രിഗേറ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മറ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വളരെ വ്യാപകമായിട്ട് ഒരു പർട്ടിക്കുലർ ക്യാൻസർ സെല്ലിനെ പ്രതിരോധിക്കാനായിട്ട് ലാബ് കണ്ടീഷനിൽ നമുക്ക് ഈ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. Monoclonal antibodies are highly specific and recognize a single epitope of the target antigen. ഹൈലി സ്പെസിഫിക് ആണ്, ഒരു പർട്ടിക്കുലർ ആൻറ്റിജനെതിരെ മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആൻറ്റിബോഡീസാണ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ്. പ്രത്യേകിച്ച് ഒരു ക്യാൻസർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ക്യാൻസറുകൾ എല്ലാം തന്നെ, അല്ലെങ്കിൽ സാധ്യതയുള്ള ക്യാൻസർ സെല്ലുകൾക്കെതിരെയൊക്കെ നമുക്ക് ഈ ക്യാൻസർ സെല്ലിനെ അല്ലെങ്കിൽ ക്യാൻസർ
സെൽ ലൈൻ എന്ന് പറയും. സെൽ ലൈനെ നമ്മൾ കൾച്ചർ ചെയ്തിട്ട് ആൻറ്റിബോഡീസ് അല്ലെങ്കിൽ ബി സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്ത് നമ്മൾ ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിച്ചെടുക്കുകയും ചെയ്യും. ഡ്യൂ ടു ദെയർ സിംഗിൾ എപ്പിറ്റോപ്പ് റെക്കഗ്നീഷൻ, മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ആർ ഓഫൺ ഹൈ സ്പെസിഫിസിറ്റി, മേക്കിംഗ് ദം ഐഡിയൽ ഫോർ പ്രിസൈസ് ടാർഗറ്റിംഗ്. ഇതിൻ്റെ സ്പെസിഫിസിറ്റി എന്ന പ്രോപ്പർട്ടി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത് ഹൈലി സ്പെസിഫിക് ആണ്. ഒരു പർട്ടിക്കുലർ ആൻറ്റിജന് വേണ്ടിയിട്ട് മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആൻറ്റിബോഡീസാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രിസൈസ് ടാർഗറ്റിംഗ്, ഒരു പർട്ടിക്കുലർ ആൻറ്റിജനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ആൻറ്റിബോഡി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഉപയോഗിക്കാൻ കഴിയും. ഇതിൻ്റെ പ്രൊഡക്ഷൻ ടൈം നോക്കുകയാണെങ്കിൽ ദ പ്രൊഡക്ഷൻ ഓഫ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ക്യാൻ ബി മോർ ടൈം കൺസ്യൂമിങ് കമ്പയർഡ് ടു പോളിക്ലോണൽ ആൻറ്റിബോഡീസ്, എസ്പെഷ്യലി ഡ്യൂറിങ് ദ ഇനിഷ്യൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജ്. നമ്മളൊരു പർട്ടിക്കുലർ ക്യാൻസറിനെതിരെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നത്. അപ്പം ഈ ക്യാൻസർ സെൽ ലൈനിനെ നമ്മൾ ലാബോറട്ടറി കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, വളർത്തിയെടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൾച്ചർ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് ആ സെൽ ലൈനിൻ്റെ മൾട്ടിപ്പിളായിട്ടുള്ള കോപ്പീസ് അല്ലെങ്കിൽ മൾട്ടിപ്പിളായിട്ടുള്ള കണ്ടീഷൻസ് നമ്മൾ ലാബിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഈ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ബി സെല്ലുമായിട്ട് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലക്ഷക്കണക്കിനായിട്ടുള്ള ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിച്ചെടുക്കേണ്ടതായിട്ട് വരും. നേരെ മറിച്ച് പോളിക്ലോണൽ ആൻറ്റിബോഡി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു പർട്ടിക്കുലർ ആൻറ്റിജനെ നമ്മൾ മൗസിലോ ഒക്കെ അല്ലെങ്കിൽ റാബിറ്റിലോ കുത്തിവെച്ചാൽ റാബിൻ്റെ ശരീരത്തിൽ എന്ത് ചെയ്യും, ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ സെല്ല് എതിരെ അല്ലെങ്കിൽ ആൻറ്റിജനെതിരെ ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. പിന്നീട് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് ആ ബ്ലഡിൽ നിന്നും സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മതി ആൻറ്റിബോഡീസ്. അത് പോളിക്ലോണൽ ആൻറ്റിബോഡീസിൻ്റെ കാര്യത്തിൽ നമുക്ക് ധാരാളം മൈസിനെയോ റാബിറ്റിനെയോ അല്ലെങ്കിൽ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഇത്തരം ജീവജാലങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരു പോളിക്ലോണൽ ആൻറ്റിബോഡീസിൻ്റെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ വേണ്ടുന്നത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ സെൽ ലൈൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ക്യാൻസർ സെല്ലിനെ ബി സെല്ലുമായിട്ട് കമ്പൈൻ ചെയ്ത് കൾച്ചർ ചെയ്ത് രണ്ട് വരും. അപ്പോൾ കൾച്ചർ ചെയ്ത് ഈ ആൻറ്റിബോഡീസ് ഉണ്ടാക്കി ആ ആൻറ്റിബോഡീസിനെ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സെൻട്രിഫ്യൂജ് ചെയ്ത് മാറ്റിയെടുക്കേണ്ടതായിട്ടുള്ളൊരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് മോണോക്ലോണൽ ആൻറ്റിബോഡീസിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ, മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ റിസർച്ച്, ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് തെറാപ്യൂട്ടിക്സ്. നമ്മൾ റിസർച്ചിനും ഡയഗ്നോസ്റ്റിക്സിനും അല്ലെങ്കിൽ രോഗം ഭേദമാകാൻ വേണ്ടുന്ന പല പല ആപ്ലിക്കേഷൻ നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള ക്യാൻസർ രോഗങ്ങളുണ്ട്, ലിവർ സിറോസ് പോലെയുള്ള അസുഖങ്ങളുണ്ട്, നമ്മൾ നിരന്തരമായിട്ടുണ്ടാകുന്ന ഒരു പർട്ടിക്കുലർ ആൻറ്റിജൻ്റെ ഇൻഫെക്ഷൻസ് ഉണ്ട്. അപ്പം ഇത്തരം കണ്ടീഷനിൽ നമുക്ക് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഉണ്ടാക്കിയെടുത്ത് അത് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ആപ്ലിക്കേഷൻസ് ഉണ്ട്. They are commonly employed in targeted therapies such as cancer treatments and diagnostic assays like immunoassays and flow cytometry. സാധാരണയായിട്ട് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടുള്ള, ക്യാൻസറാണ് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ ഒരു ടാർഗറ്റഡ് ക്യാൻസർ സെല്ലിനെ ക്യൂർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ എതിരെ പ്രതിരോധിക്കാനായിട്ടാണ് ഈ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ തെറാപ്യൂട്ടിക്കുമായിട്ട് ബന്ധപ്പെട്ടും ഡയഗ്നോസിസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മോണോക്ലോണൽ ആൻറ്റിബോഡീസിന് ധാരാളം പഠന സാധ്യത ഉള്ള ഒരു സംവിധാനമാണ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. അപ്പം ഈ മോണോക്ലോണൽ ആൻറ്റിബോഡീസിൻ്റെ ഡിഫറൻസ് അല്ലെങ്കിൽ പോളിക്ലോണൽ ആൻറ്റിബോഡീസ് എന്താണ്, മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്താണ്, ഇവ രണ്ടും കൂടെ ചേർത്തിട്ട് 2 മാർക്കിന് ചോദ്യമായിട്ടോ 4 മാർക്ക് ചോദ്യമായിട്ടോ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് പോളിക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന ആൻറ്റിബോഡീസിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് ഈ ഒരു മോണോക്ലോണൽ ആൻറ്റിബോഡീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. വാട്ട് ആർ ദ ഡിഫറൻസ്, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ്, അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്നോ പോളിക്ലോണൽ ആൻറ്റിബോഡീസ് എന്നോ ചോദിക്കാം. അപ്പം ഇതാണ് ഈ ചെറിയ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നിങ്ങൾ ക്ലാസ്സിൽ ചോദിച്ച് ഉറപ്പുവരുത്താവുന്നതാണ്. താങ്ക് യു.